Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. സോ ഞാനൊരു ചെറിയൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് 2-3 ദിവസം വീഡിയോ ഒന്നും കാണാതിരുന്നത്. റിയലി മിസ്ഡ് യു ഗൈസ്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് സപ്പോർട്ട്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് what are the major blessings are coming into your life. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ക്യാൻഡിൽസ് കാണാൻ സാധിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ക്യാൻഡിൽസ്. സോ ഏത് ക്യാൻഡിലിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. Alright, let's start with group number 1. Hey group number 1, what major blessings are coming into your life? നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് സംഭവിക്കാൻ പോകുന്നത്? ലെറ്റ്സ് സീ. ഫ്രീഡം. ഓക്കെ, ആർക്കാണ് ഫ്രീഡം കിട്ടുന്നത്? നിങ്ങളുടെ സോളിനാണ് ഫ്രീഡം കിട്ടുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഡീപ്പ് ഇൻസൈഡ് വളരെ ഡീപ്പായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അത് മോസ്റ്റ്ലി നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. എന്താണ് സ്പിരിച്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെന്ന വ്യക്തിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ട്രാൻസ്ഫർമേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണേണ്ടത്. സ്വഭാവത്തില്, ആറ്റിറ്റ്യൂഡില്, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടില്, വിശ്വാസത്തില്, ചിന്താഗതിയിലൊക്കെ ഉണ്ടാവുന്ന മാറ്റമാണ്. അത് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഫിസിക്കലി പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റാത്ത പ്ലേസിൽ നിങ്ങൾക്ക് അവിടുന്ന് വളരെ ഒരു മെന്റൽ ഇമോഷണൽ ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ വലിയ രീതിയിൽ ബോധർ ചെയ്യില്ല. ഈവൻ നിങ്ങൾ വലിയൊരു ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു സോളിറ്റ്യൂഡ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അവിടെ നിങ്ങൾക്ക് ചുറ്റും എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചുറ്റും ആ ഒരു സൈലൻസ് അല്ലെങ്കിൽ ആ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ പല കാര്യത്തിലേക്കും മെന്റലി ഇമോഷണലി നിങ്ങൾ അത്ര വലിയൊരു ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇത്ര കാലമായിട്ട് എവിടേക്കാണോ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് അങ്ങനത്തെ പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മാറ്റം, ഓക്കെ, അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുത്ത് കാണേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ സോൾ ഒരുപാട് ഇവോൾവ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഒരുപാട് ഇവോൾവ്ഡ് ആവുന്ന സമയത്ത് സോൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്കൊക്കെ വരും. സോ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന അല്ലെങ്കിൽ സോൾഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ്, ആളുകളെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ കണക്ട് ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങളുടെ സോൾ ഇതുപോലെ അവേക്കൻ ആക്കാൻ അല്ലെങ്കിൽ ആ ഒരു സോളിന് ഒരു ഫ്രീഡം കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, സ്പിരിച്വലി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. അത് ലൈക്ക് ഡയറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഓർ നിങ്ങൾ ഡിവൈൻലി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളോ ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്നത് നിങ്ങൾ നേച്ചറായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് മെസ്സേജ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നല്ലൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നല്ലൊരു ബോണ്ടിങ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ വളരെ മിറാക്കുലസ് ആയിട്ടുള്ള പല അനുഭവങ്ങളും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാത്രമായിരിക്കാം മെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. അതിന്റെ കൂടെ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സുമായിട്ടായിരിക്കാം. ഓക്കെ, പക്ഷെ ചില ആളുകൾക്ക് നിങ്ങൾക്ക് വ്യക്തികളുമായിട്ടായിരിക്കാം നിങ്ങള് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആളുകളും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓൾറൈറ്റ്, സോ ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ എത്രമാത്രം നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾ സ്വയം ട്രാൻസ്ഫോംഡ് ആവുന്നത്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നത്. ബിക്കോസ് ലൈക്ക് നിങ്ങൾ ഇന്റൻഷനലി അല്ല പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ കൊണ്ടുവരാൻ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിന്, ശരീരത്തിന്, നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാവുന്ന ഒരു മാറ്റമാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ കൊണ്ടുവരുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളതും ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഫിസിക്കലി വരുന്ന സമയത്ത് ലൈക്ക്
നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു വളർച്ച ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ലൈക്ക് പ്രഗ്നൻസി പോലെ നിങ്ങൾക്ക് അത്ര ഒരു ഗ്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേയിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. അത് ചില ആളുകൾ നിങ്ങൾ ബർത്ത് കൊടുക്കുന്നതോ, ചില ആളുകൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു പുതിയൊരു ബർത്ത് ആണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അവിടെ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് കണക്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾ സ്വയം ഇങ്ങനെ നിങ്ങളെ ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാണ് ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലും സ്പിരിച്വലും ഇതുപോലുള്ള മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഇന്റേണലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല വികാരങ്ങളും, ഓക്കെ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നതും കണക്ട് ചെയ്യുന്നതും ഇത്ര കാലമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പല ഇമോഷൻസും അത് നിങ്ങൾക്ക് വേർതിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കാനും വേണ്ടാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കത് മറന്നു പോവാനോ ഉള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. സോ അത്ര കാലമായിട്ട് നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുള്ളതോ നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ചില തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ അത് മറന്നു പോവും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എന്തും വളരെ നെഗറ്റീവായിട്ട് കാണുക അല്ലെങ്കിൽ എന്തും ഒരു റിവെഞ്ചോട് കൂടി കാണുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം. ഓക്കെ, സോ അവർക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നതായിരിക്കും. ഒരു റിവെഞ്ചിന് പകരം ഫൊർഗീവ്നെസ് കൂടുതൽ കണക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് മറന്നു പോകുന്നതും ആയിരിക്കാം. ഇതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങൾ അങ്ങനെ ലീഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഇൻസ്പയർ ആക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ്, ഇപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എന്താണ് ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോ അത് തിരുത്താനോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു പുതിയ ഇൻസൈറ്റ് തരാനോ കേപ്പബിൾ ആയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുക, ആളുകളെ മീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുക. അത് കേൾക്കുന്ന സമയത്ത് അത് നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു അറിവ് നിങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കാം അത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെ? സോ നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾക്ക് വേണ്ട അറിവുകൾ നിങ്ങൾക്ക് അതേ രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപാട് ക്ലെൻസ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗ്ലോ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്നതായിരിക്കാം, ഓർ ശരീരം കുറെ കൂടെ ഒരു ഗ്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. വളരെ ലൈറ്റ്, നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ബിക്കോസ് ഒരു ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾക്ക് ഒരു ക്ലെൻസിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്ലെൻസിങ് നിങ്ങളുടെ ഡീപ്പ് ഇൻസൈഡ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മാനസികപരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ ഫേസിലേക്കും നിങ്ങളുടെ ശരീരത്തിനൊക്കെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾറൈറ്റ്, സോ നിങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ആളുകൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾ എവിടെയാണോ കുറെ കാലമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, എവിടെയാണോ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്തും കാണാൻ സാധിക്കാത്തത്, അവിടുന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, പുതിയ അവസരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പുതിയ അവസരത്തിലേക്ക് വരാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രമായിട്ടായിരിക്കാം നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കുക. എവിടെയാണോ നിങ്ങൾക്ക് അവിടെ വലിയൊരു പ്രോഗ്രസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേൾഡ് ചെറുതാക്കിയിട്ടുണ്ടായിരിക്കണം. ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ഒരു ലോകം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്ലേസ് നിന്ന് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചു വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. പുറം ലോകം നിങ്ങൾ കാണുന്നുണ്ട്, പുറം കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ട്, മാറ്റത്തിന് വിധേയമാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് എല്ലാവരും നിങ്ങൾ എടുക്കുന്ന തീരുമാനം ആയിക്കൊള്ളണമെന്നല്ല, പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളെ മാറ്റത്തിന് വിധേയമാക്കുന്നുണ്ട്. ഓക്കെ, ആ മാറ്റം നിങ്ങൾക്ക് അത്ര ആവശ്യമുള്ള കാര്യം കൂടിയായിരുന്നു. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊന്ന് മരിച്ച് വീണ്ടും ജനിക്കുന്നത് പോലെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടുള്ള ചില സിറ്റുവേഷൻ എൻഡ് ആയിട്ട് പുതിയ അവസ്ഥയിലേക്ക് വരുന്നത് പോലെ, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുതിയ അവസരമാണ്. എവിടെയാണ് നിങ്ങൾ പുതിയ അവസരം, ഒരു അവസരം കൂടെ, ഒരു ചാൻസും കൂടെ തരുമോ എന്ന് നോക്കിയിട്ടുള്ള എന്ത് പ്ലേസും ആയിക്കോട്ടെ. ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില അവസരങ്ങൾ നിങ്ങൾ തേടി വരുന്നത്
നിങ്ങളത് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് വേറെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്താണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ നോക്കി അത് അനങ്ങുന്നുണ്ടോ, അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ളൊരു മെസ്സേജും അതാണ്, നിങ്ങൾ എന്താണോ മാറ്റം ആഗ്രഹിക്കുന്നത് അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് യാതൊരു ഇനിയൊരു വളരില്ല എന്ന് തോന്നിയിട്ടുള്ള പ്ലേസ് ഉള്ളത്, അവിടെ വളർച്ച ഉണ്ടാവും, അവിടെ അത് വീണ്ടും ഗ്രോ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ അത് വളരാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അത് മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ മാറ്റം നിങ്ങളാണ് എടുക്കേണ്ടത്. ആ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ ചില പ്ലേസിൽ നിന്ന് ഇറങ്ങി വരിക, ചില പ്ലേസിൽ നിന്ന് മാറി നിൽക്കുക, ചില ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആ വ്യക്തിയിലോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലോ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ നിങ്ങൾ ഫൊഗീവ് ചെയ്യണം, ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ഫൊഗീവ് ചെയ്യണം, ഫൊഗെറ്റ് ചെയ്യണം, ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, സോ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലൈഫിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈഫ് നിങ്ങളെ അങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, മുന്നോട്ട് കൊണ്ടുവരുന്നത്. പുതിയ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക, പുതിയ ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരേ രീതിയിലായിരിക്കാം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ വരുന്ന ഒരു 1 or 2 months ടൈം, അല്ലെങ്കിൽ ഒരു 1 month ടൈമില് നിങ്ങൾ എന്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഓക്കെ, സോ അതാണ് അത്ര കാലമായിട്ട് നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് മാറ്റം ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസ് എന്ന് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ജെന്യൂൻ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ മനഃപൂർവ്വം ലെറ്റ് ഗോ ചെയ്തിട്ട് ചില കാര്യങ്ങൾ മാറ്റം വരുത്തുക എന്നുള്ളതല്ല. അവിടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ലെറ്റ് ഗോ സംഭവിക്കുന്നുണ്ട്, ജെന്യൂൻ ആയിട്ട് മറന്നു പോകുന്നുണ്ട്, ജെന്യൂൻ ആയിട്ട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ശ്രദ്ധ വേറെന്തോ ഒരു കാര്യത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അത് പ്രോബബ്ലി നിങ്ങൾ എന്തിലേക്കാണോ ശ്രദ്ധിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അട്രാക്ഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കായിരിക്കാം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ചില ആളുകളുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യുന്നതും ആയിരിക്കാം. ചില ആളുകളുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് വരുന്നത് കൊണ്ടായിരിക്കാം, യാത്രയുടെ ഭാഗമാവുന്നതായിരിക്കാം, യാത്ര ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നതുമായിരിക്കാം. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ഇതുപോലത്തെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില മാറ്റങ്ങൾ അവിടെ, അല്ലെങ്കിൽ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു അട്രാക്ഷൻ നിങ്ങളത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക്, വളരെ ചുരുക്കം ആളുകൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു നീഡ് ടു ചേഞ്ച് യുവർ പാർട്ട്ണർ. ഓക്കെ, റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ ഡൗട്ട് ചെയ്യണം എന്നുള്ളതല്ല, ബട്ട് എക്സാക്ട്ലി ചില ആളുകൾക്ക് അറിയാം ആരെയാണ് നിങ്ങൾ മാറ്റേണ്ടത് എന്നുള്ളത്, അല്ലെ? സോ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരും, ബട്ട് ഈ ഒരു പ്ലേസിൽ നിന്ന് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വേണം, ഈ ഒരു പ്ലേസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ, ഈ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാവോ എന്ന് അറിയണമെന്നുണ്ടെങ്കിലും യു നീഡ് ടു ലെറ്റ് ഗോ ഓഫ് ദാറ്റ് പേഴ്സൺ. നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിട്ടുകളയണം, ധൈര്യമായിട്ട് വിട്ടുകളയാം. ചില ആളുകൾക്ക് വ്യക്തികളെ മാറ്റേണ്ടതായിട്ടുണ്ട്, റീപ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. റീപ്ലേസ്മെന്റ് സംഭവിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം, ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, സോ എവിടെയോ ഇതുപോലെ വ്യക്തികളെ നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതുപോലത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക ഇത് എവിടെയാണോ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു കമ്പാനിയൻ എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആണ്. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോളിറ്റ്യൂഡ് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതല്ല. ഈവൻ എത്ര ക്രൗഡഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്തൊരു കാര്യത്തിൽ വളരെ എൻഗേജ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഫിസിക്കലി ആയിരിക്കാം, മെന്റലി ആയിരിക്കാം, ഇമോഷണലി ആയിരിക്കാം, പഠിക്കുന്നതായിരിക്കാം. ഓക്കെ, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട് ആര്, നിങ്ങളുടെ ഈ ഒരു കമ്പാനിയൻ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത്. സ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ വേറെ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യു ഹാവ് ദ കമ്പാനിയൻ. ഓക്കെ, യൂണിവേഴ്സ്.
ഓൾറൈറ്റ്. സോ പല കാര്യങ്ങളും ബാലൻസ്ഡ് ആവുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സോ ചില കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിവെച്ച് റൈറ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ടുവെക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ചില ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ഏരിയാസിലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പോ പേഴ്സണൽ ലൈഫോ സ്പിരിച്വൽ ആയിട്ടുള്ളതോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ളതോ മാറ്റങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി അവിടെ ചില ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ചില കാര്യങ്ങൾ മാറ്റിവെച്ച് ചില കാര്യങ്ങൾ അവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ആ ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മാരേജ്, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മാരിറ്റൽ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ്. ഓക്കെ, സോ സഡൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, സഡൻ ആയിട്ട് സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്, സഡൻ ആയിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1 ഡെഫിനറ്റ്ലി നിങ്ങൾ പറയേണ്ട ഒരു കാര്യം വെരി സൂൺ. ഓക്കെ, സോ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ വരുന്ന ഒരു 4 വീക്സ് ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ ഒരു 4 വീക്സ് ടൈമിനുള്ളിൽ നിങ്ങൾ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ ഹൃദയം തുറന്ന അല്ലെങ്കിൽ ഹൃദയം കവർന്ന ഒരു പേഴ്സൺ, അത് ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓർ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ അത്രയൊരു വെൽവിഷർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഗ്രേറ്റ് കമ്പാനിയൻ, അത് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരാൾ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ഹൃദയം കവരുന്ന എന്തോ ഒരു കാര്യം ഈ ഒരു വരുന്ന ഒരു 4 വീക്സ് ടൈമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന ഒരു കാര്യമാണ് അത്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഇത് കുറെ കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്നിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ എൻഡ് ആവുക അല്ലെങ്കിൽ ചില കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. അതും നിങ്ങൾ വരുന്ന ഒരു മാക്സിമം ഒരു 2 months ടൈമിനുള്ളിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, 1 or 2 months ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു അത്ര കാലമായിട്ടൊരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അത് എസ്പെഷ്യലി നിങ്ങൾ ചില ആളുകളുടെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ടു വരാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില ആളുകൾ ഉണ്ടാവും അല്ലെ. ചില റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഒരു തീരുമാനം ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെ. എന്തെങ്കിലും ഒരു ഉത്തരം വേണം, എങ്ങനെങ്കിലും ഇതൊന്ന് പുറത്തേക്ക് വരണം, എങ്ങനെങ്കിലും ഈ ആളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കാം, റൈറ്റ്. അല്ലെങ്കിൽ അതിലൊരു കൺക്ലൂഷൻ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം, അവിടെ ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കണം അല്ലെ. സോ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു വരുന്ന 4 വീക്സ് ടൈമിനുള്ളിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഹൃദയം കവരുന്ന ചില മൊമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിന് അത്രയും സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങള്, നിങ്ങളായിട്ട് തോന്നുന്ന, നിങ്ങളുടെ ലൈഫിനൊരു അർത്ഥം തോന്നുന്ന ചില കാര്യങ്ങള് ഓർ നിങ്ങൾ മാറ്റർ ആണെന്ന് തോന്നുന്ന ചില മാറ്റങ്ങളെ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് വ്യക്തിയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് വരാൻ പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ സ്വന്തമാക്കുന്നതായിരിക്കാം. ഒരു വ്യക്തിയെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ സ്ഥാനം പിടിച്ചു പറ്റുന്നതായിരിക്കാം. അത് ഏറ്റവും നല്ലൊരു സൗഹൃദമായിരിക്കാം ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു മാരിറ്റൽ പാർട്ട്ണർ ആണ്. ഓക്കെ, മാരേജ്, വിവാഹം റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ ഈ ഒരു 4 വീക്സ് ടൈമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എക്സാക്ട്ലി 4 വീക്സ് ടൈം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ജോബ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അത്ര റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുള്ള ചില ജോബ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. സോ പ്രൊമോഷൻ പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം, ഓർ കുറച്ചുകൂടി ഒരു ലീഡ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് ബാലൻസ്ഡ് ആയിട്ട്, അത് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനത്തെ മാറ്റങ്ങൾ നിങ്ങൾ ഈ ഒരു 4 വീക്സ് ടൈമിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 months ടൈമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എടുത്തു പറയേണ്ടത്, നിങ്ങളുടെ മനം കവരുന്ന ചില കാര്യങ്ങൾ, മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കാം. ഒരുപാട് ഇഷ്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അത് ലൈഫിൽ ചില മാറ്റങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം. ഇത് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now.
Hey, group number 2, what major blessings are coming into your life? Let's see. എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾ എന്തെങ്കിലും കോമ്പറ്റീഷന്റെ ഭാഗമാവുക എന്ന് മാത്രം നല്ലതല്ല, കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ചില ആളുകൾ നിങ്ങൾ യാത്രയുടെ ഭാഗമാവുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്രകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ആയിരിക്കാം, ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കാം, ഫാമിലീസിന്റെ കൂടെ ആയിരിക്കാം, ഓർ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. വേറെ കൺട്രിയിലൊക്കെ യാത്ര ചെയ്യേണ്ട ആളുകളുണ്ട്, എസ്പെഷ്യലി യൂറോപ്പ് കൺട്രിയിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വേറെ കൺട്രി, സ്പെഷ്യലി വെസ്റ്റേൺ കൺട്രിയിലേക്കൊക്കെ നിങ്ങൾ പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. സോ നിങ്ങളുടെ മുന്നോട്ട് വരുന്ന യാത്ര നിങ്ങൾ ഈ ഒരു ടൈമില് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതോ അതിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളുടെ പ്രോസസ്സൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ആൻഡ് ചില കണ്ടുമുട്ടലുകൾ ഉണ്ടാവുന്നതാണ് ചില ആളുകളുടെ വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും കണ്ടുമുട്ടുക, ചില ആളുകളെ കണ്ടുമുട്ടുക, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈഫ് ലോങ്ങിലേക്ക് കൊണ്ടുപോകേണ്ട ചില ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. ചില ആളുകൾക്ക് അത് റീയൂണിയൻ ആണ്. ഓക്കെ, സോ ചില വ്യക്തികളുമായിട്ടുള്ള റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. വീണ്ടും റീകണക്ട് ചെയ്യാണ്, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാൻ പോവാണ്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, സോ വളരെ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് അത്ര ഇൻസ്പയർഡ് ആയിട്ട് ചില ആളുകൾ, നിങ്ങളോട് അത്ര ഒരു ഇൻസ്പയർഡ് ആയിട്ട് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇത് പ്രോബബ്ലി നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അതായത് ഈ വ്യക്തിയുമായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പാസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാം. സോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ടു പ്രൊട്ടക്ട് യു, ടു സീ യു, നിങ്ങളെ കാണാനോ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനോ നിങ്ങളെടുത്ത് എന്തെങ്കിലും സ്പെഷ്യൽ മിഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് പരസ്പരം അറിയുന്ന കാര്യമായിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് സ്പെഷ്യൽ മിഷൻ എന്ന് പറയുന്നത് മേ ബി ചില ആളുകളെ നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈൻ ടൈമും ആയിരിക്കാം അത്. ഓക്കെ, അങ്ങനെയും കാണേണ്ട ചില കാര്യമാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ വിട്ടിട്ട് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾ നിങ്ങൾക്ക് പകരം വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ വിഷമിപ്പിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവര് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ബട്ട് വെരി കെയർഫുൾ, എന്താണ് അവരുടെ ഇന്റൻഷൻ, എന്തിനാണ് അവർ വരുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ആരാണോ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ്സോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ച് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് എന്റർടൈൻ ദം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, നിങ്ങളുടെ വീക്ക്നെസ് ഒരുപാട് ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വീക്കായി പോകരുത്. നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ചില പ്ലേസസ് ഉണ്ടായിരിക്കാം, അല്ലെ. സോ നിങ്ങൾക്ക് അറിയാം അത് ആ ഒരു സ്ട്രഗിൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ ഒരു ടൈമിൽ ഇപ്പം തിരിച്ചു വരാൻ പോകുന്ന ആളുകളൊന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെ. അല്ലെങ്കിൽ മേ ബി ലൈക്ക് നിങ്ങൾ അത്ര ഒരു കഷ്ടപ്പാടിൽ കൊണ്ടിട്ട ആളുകളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വീണ്ടും തിരിച്ചു വരുന്നുണ്ടായിരിക്കാം. റൈറ്റ്, ഇതൊക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ടൈമിൽ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളൊക്കെ ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെ. സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങൾ വീക്ക് ആക്കുന്ന കാര്യങ്ങൾ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ചില കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഇമോഷണലി ആയിരിക്കാം നിങ്ങൾ വീക്ക് ആവാൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ വരുന്നത് എന്താണ്, സോ ഇപ്പൊ നിങ്ങൾ ഇമോഷണലി വീക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ഒരുപാട് നിങ്ങളുടെ മേലെ ഒരുപാട് പ്രൗഡ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വരുന്നതും ആയിരിക്കാം. ഓക്കെ, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ബട്ട് വെരി കെയർഫുൾ, എന്ത് തിരിച്ചു വരുന്ന സമയത്തും നിങ്ങൾ വീണ്ടും പഴയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവെക്കാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കാം. ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കാം, നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എക്സാക്ട്ലി. ഓൾറൈറ്റ്, ചില ആളുകളുടെ റിട്ടേൺസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ
എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങളൊരു ഫാമിലിയിലേക്ക് എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ക്ലാഷസ് ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആര് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, നിങ്ങളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത്. സി, ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ചില സിറ്റുവേഷൻ ഡീൽ ചെയ്തിട്ടുള്ളത്, അല്ലെ? സോ ആ ഒരു അവസ്ഥയിൽ, നിങ്ങൾ പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ഈ തിരിച്ചു വരുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടുന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്ത് വന്നിട്ടുള്ള ആളുകളുണ്ട്. ലൈക്ക് ഒരു ലയനസ് പോലെ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ട് സിറ്റുവേഷൻ ഡീൽ ചെയ്തിട്ടുണ്ട്, അല്ലെ? നിങ്ങൾ ഇന്ന് എവിടെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ എങ്ങോട്ടാണ് സിറ്റുവേഷൻ ലീഡ് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ നിങ്ങളുടെ പാസ്റ്റ് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്, അത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് വീക്ക് ആക്കാനും കൂടെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ വരുന്ന കാര്യം എന്റർടൈൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വളരെ നല്ല രീതിയിൽ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. സി, ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് ആരാണോ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, അവര് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരുന്നുണ്ട്, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള മാറ്റം അവരുടെ ആക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടെങ്കിൽ, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ എസ്പെഷ്യലി അവരുടെ ആക്ഷനിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ചാൻസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ആരാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, സ്റ്റിൽ ഒരു ക്ലാരിറ്റിയും ഇല്ല, ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, നിങ്ങൾ വീണ്ടും ഒരുപാട് കൺഫ്യൂസ് ആക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ആ വ്യക്തി വീണ്ടും കൊണ്ടുവെക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് പ്രോബബ്ലി നിങ്ങൾ വീക്ക് ആക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്ഡ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലായിരിക്കാം. ഓക്കെ, പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ട് ചില സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്തു വന്നിട്ടുള്ള ആളുകളാണ്. സോ എന്റർടൈൻ ചെയ്യാൻ പാടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്റർടൈൻ ചെയ്യാതിരിക്കാം. ഓക്കെ, ബട്ട് ചില ആളുകൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ചേഞ്ചോട് കൂടിയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ആളുകളുടെ റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണോ, നിങ്ങളത് അലോ ചെയ്യേണ്ട കാര്യമാണോ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവുന്നുണ്ട്, പ്ലാനിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് വളരെ രണ്ട് സ്ട്രോങ് ആയിട്ട് മ്യൂച്വലി വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് തന്നെ ഫാമിലിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വീടിനെ പറ്റി എങ്ങനെ ചില കാര്യങ്ങളിൽ ബിൽഡ് ചെയ്യണം. ആൻഡ് ചില ആളുകൾക്ക് സംഭവിക്കുന്ന നല്ലൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു പാർട്ട്ണർ ആവുന്നുണ്ട്. ആൻഡ് അവിടെ നിങ്ങളെ കൂടെ അത്ര കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ആ രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, ഫാമിലി ബിൽഡ് ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്സ് എന്ന് പഠിക്കുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ റീസെന്റ് ആയിട്ട് മാരീഡ് ആയിട്ടുള്ള ആളുകളാണ്, റീസെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആളുകളാണ്. ആദ്യമായിട്ട് നിങ്ങൾ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതുകൊണ്ട് തന്നെ രണ്ടാളും ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, അല്ലെ? സോ ആ ഒരു മിസ്റ്റേക്സ് പരസ്പരം തിരിച്ചറിഞ്ഞിട്ടും കൂടിയാണ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, സോ പരസ്പരം നിങ്ങളുടെ ഒരു തെറ്റുകളൊക്കെ മനസ്സിലാക്കി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും പുതിയൊരു ഹാബിറ്റ് കൊണ്ടുവരാനും രണ്ടുപേരും ശ്രമിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിലായിരിക്കാം. ഓക്കെ, പലതരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. റിലേഷൻഷിപ്പ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം, അതായത് നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് റിലേഷൻഷിപ്പാണ്, നിങ്ങൾ സൗഹൃദമാണെന്നുണ്ടെങ്കിലും ലവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ചില വ്യക്തികളുമായിട്ട് അത്ര സ്ട്രോങ് ആയിട്ടുള്ള തിരിച്ചു വരവ് ഉണ്ടാവുന്നുണ്ട്, ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് റീകണക്ട് ചെയ്യുന്നുണ്ട്, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ബട്ട് മേജർ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യത്തില് നിങ്ങളുടെ ഒരു സ്ഥാനം വളരെ സ്പെഷ്യൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾ എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി തരുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട് ആസ് എ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ ആയിട്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള
റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്ന ആളുകളുണ്ട്. ഓക്കെ, ഒരു ഫാമിലി സിറ്റുവേഷനിലേക്ക് വരുന്ന ആളുകളുണ്ട്. ഓക്കെ, സി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെയാണ് ലീഡ് ചെയ്യുക. സോ നിങ്ങൾ ഇപ്പം അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കാം, പാരന്റ് ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, നിങ്ങളെന്ന് മാത്രം എന്നുള്ളതല്ല, ആരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് ആ വ്യക്തിയും. ഓക്കെ, സി എല്ലാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും, മിസ്റ്റേക്സ് ഉണ്ടാക്കും, ബട്ട് രണ്ടുപേരും വില്ലിങ് ആവുന്നുണ്ട് കറക്റ്റ് ചെയ്യാൻ. ഓക്കെ, സോ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കാരണം ഒരു ഫാമിലിക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിങ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, ചില സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ സ്നേഹം നിങ്ങളെ ക്ഷമ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ക്ഷമ എന്താന്നുള്ളത് നിങ്ങൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങളുടെ ഒരു അത്ര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ആൻഡ് അവിടെയാണ് നിങ്ങൾ ഇതുപോലത്തെ ഒരു സക്സസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അത് ലൈക്ക് ഒട്ടും മാറില്ല എന്ന് തോന്നിയിട്ടുള്ള ആളുകളായിരിക്കാം, ഒട്ടും മാറില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് വീക്ക് ആക്കി വെച്ചിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ വലിയൊരു വീക്ക്നെസ് ആയിരിക്കാം, സ്നേഹമായിരിക്കാം, വ്യക്തികളായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ ആ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, വീണ്ടും നിങ്ങൾ ഒരു പഴയ അവസ്ഥയിലേക്ക് പോവാത്തതായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ അവിടെ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്, ആളുകളിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്, ഓർ നിങ്ങൾ മാറുന്നുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, റിലേഷൻഷിപ്പ് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അത് ഡെഫിനറ്റ്ലി അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. എക്സാം ആയിക്കോട്ടെ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആയിക്കോട്ടെ, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആയിക്കോട്ടെ, ചില റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അവിടെയൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു മിറാക്കിൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫൈനാൻഷ്യൽ സിറ്റുവേഷനോ ജോബ് സിറ്റുവേഷനോ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ചില സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളും വേറൊരു കാര്യം ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു തേർഡ് സിറ്റുവേഷൻ ആയിട്ട്, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് ലവ് റിലേഷൻഷിപ്പിൽ മാത്രം എന്നുള്ളതല്ല, ഈവൻ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബിലേക്കും എത്താൻ ഒരു മിഡിൽ ആയിട്ട് നിന്നിട്ടുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പുറത്തേക്ക് പോകണം, പുറത്താണ് നിങ്ങൾ ജോബ് നോക്കുന്നത്, അതിനിടയിൽ നടക്കുന്ന ചില പ്രോസസ്സ് ഉണ്ടായിരിക്കാം. സോ അതായിരിക്കും പ്രോബബ്ലി അവിടെ ഡിലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെ? സോ ഇങ്ങനെ തടസ്സമായിട്ട് നിന്നിട്ടുള്ള പല സിറ്റുവേഷനും അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഒരു തടസ്സമല്ലാണ്ട് മാറി പോകുന്ന ഒരു അവസ്ഥയും കൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം വീണ്ടും വരുന്ന സമയത്ത് നിങ്ങൾക്കത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ധൈര്യമാണ് ഉണ്ടാവുന്നത്. അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ചില കാര്യത്തിൽ എടുക്കുന്നുണ്ട്. അതാണ് അവിടെ നിങ്ങൾക്ക് ചില ഇമോഷണൽ ലോസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അറിയാം അവിടെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കും അത്ര സന്തോഷത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, അല്ലെ? സോ ചില ആളുകൾ നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് ഈവൻ ചില കാര്യങ്ങൾ ലൈഫ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കറിയാം വീണ്ടും അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോവാത്ത ആളുകളുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ വരുന്ന സമയത്ത് നോക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾ ഓപ്പൺ ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ജെന്യൂൻ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതുപോലെ അത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഇന്റൻഷൻ ഉണ്ട്. ഇതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വരുന്നൊരു 1 month's ടൈം അല്ലെങ്കിൽ വരുന്നൊരു 2 months ടൈമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങളൊരു ബെറ്റർ പ്ലേസിലേക്ക് ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അങ്ങനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതായിരിക്കാം പ്രോബബ്ലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ വേദനിപ്പിച്ച് പോയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ള, അത്ര ശ്രമിച്ചിട്ടുള്ള ഒരു ജോബ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് കമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബിലേക്കായിരിക്കാം നിങ്ങൾ വരുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനിൽ അങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും എന്നുള്ളത് അവരുടെ ഒരു ഐഡിയയിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കാം പല കാര്യങ്ങളും അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ പൊസിഷനിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് വലിയൊരു മിറാക്കുലസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇനി ചില പ്ലേസിന് എണീറ്റ് വരാന്ന് പറയുന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെ? പക്ഷെ അവരൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ എണീറ്റ് വരുന്നത്, ചില പ്ലേസിൽ സക്സസ്ഫുള്ളി എണീറ്റ് വരുന്നത്. ഓക്കെ, സോ അത് ലൈക്ക് ഡെഫിനറ്റ്ലി അത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു ജലസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്ക്, അല്ലെങ്കിൽ അതൊരു റീസൺ ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആളുകൾക്ക് തിരിച്ചു വരാൻ. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഡോണ്ട് ഗീവ് അപ്പ്. ചില ആളുകൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്, ഒറ്റയ്ക്ക് കോമ്പീറ്റ് ചെയ്യാം. ചില കാര്യങ്ങൾ പാസ്റ്റ് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്റർടൈൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, നല്ല മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ചില കാര്യങ്ങൾ വരുന്നതെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ബിക്കോസ് അത് ജെന്യൂൻ ആയിട്ട് ആ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.